ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഞാൻ റോട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ്. കാരണം എനിക്കിന്ന് സ്കൂളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ വേണം. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന ഒരു കൂട്ടുകാരി ഉണ്ട്. അപ്പോൾ ആ കൂട്ടുകാരി വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. വന്ന് അടുക്കളയിലൊക്കെ വന്നൊന്ന് നോക്കി. അപ്പോൾ കുറച്ച് തുണികൾ നനയ്ക്കാറുണ്ട്, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് തുണിയൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാം. കാരണം ഇന്ന് രാവിലെ നമ്മുടെ പ്രിയനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. പ്രിയന് ഭയങ്കര പനിയും ഛർദിലൊക്കെ ആയിരുന്നു രാത്രി. അപ്പം ഞാൻ അവന് വേണ്ടി പെട്ടെന്നൊന്ന് വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ആദ്യം ഇച്ചിരി ഓട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാവച്ചൻ ചേട്ടൻ പറഞ്ഞിട്ട് പോയി അവന് ഓട്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാലൊക്കെ ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി പാൽ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടോടേട്ടാ കൊടുത്തു. കാരണം മധുരം കുറച്ച് മതി, അവന് മധുരം ഒരുപാട് ഇഷ്ടമില്ല. എന്നിട്ട് പാലിൽ ഓട്സും കൂടെ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് ചെറുതീയിൽ വെച്ച് കൊടുത്തിട്ട് മുറ്റം ഒന്ന് തൂത്ത് വരാൻ വേണ്ടി പുറത്തോട്ട് പോയി. കാരണം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ വീടൊക്കെ നമ്മൾ രാവിലെ ഒന്ന് വൃത്തിയാക്കി ഇടണം മുറ്റമൊക്കെ. അപ്പോൾ ഞാൻ പോയി മുറ്റമൊക്കെ തൂത്തും ഒതുക്കിയൊക്കെ എടുക്കും കേട്ടോ. ചവറൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എപ്പോഴും ഇലകളൊക്കെ ഇങ്ങനെ വീഴുന്നതുകൊണ്ട് കേട്ടോ കൂട്ടുകാരെ, എപ്പോഴും ഇലയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുരിങ്ങ നിപ്പുണ്ടല്ലോ, മുരിങ്ങയെന്ന് ഇഷ്ടം പോലെ ഇല തൊഴിഞ്ഞ് വീഴും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്ത് വന്നപ്പോൾ നമ്മുടെ ഓട്സൊക്കെ വെന്ത് നല്ല കുറുകി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് അവന് കുടിക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ച് എന്നിട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു എനർജിക്കാണ് കേട്ടോ. കാരണം രാത്രി മൊത്തവും ഛർദിലായിരുന്നു, ഉറങ്ങിയിട്ടില്ല അവൻ. അപ്പോൾ ഇത് ഇത്തിരി തൽക്കാലം ആശ്വാസത്തിന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്ത് അതിനുശേഷം ഞാൻ പോയി പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങി അവനെ ഒന്ന് മേലൊക്കെ കഴുകി എടുത്ത് അവന് ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൻ അവിടെ നിപ്പുണ്ട്. ഞാൻ ആട്ടത്തിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ ആട്ട വന്ന് ആട്ടയിലേക്ക് കയറ്റി നമ്മുടെ വലിയതറ ഹോസ്പിറ്റലിൽ തന്നെ ആട്ട കൊണ്ടുപോകും. കാരണം അവന് തല ഇങ്ങനെ പൊങ്ങി ഇരിക്കാൻ പറ്റാത്തൊരു വേദന, തലയ്ക്കൊരു ഭയങ്കര ഭാരം പോലെ എന്നാണ് പറയണത്. അങ്ങനെ ഞാനിരുന്ന് ടോക്കണൊക്കെ എടുത്ത്, അപ്പോൾ 3ാമത്തെ നമ്പറായിരുന്നു കേട്ടോ ടോക്കൺ. അങ്ങനെ ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവൻ മോനെ അവിടെ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്കൂളിൽ വരണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തേനെ ആക്കിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത്. കാരണം ഉച്ചത്തേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആരും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് മീൻ കറിയും നമ്മുടെ ചക്കപ്പുഴുക്കും മാങ്ങ അച്ചാറുമാണ്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നൊരു 10:45 വന്നപ്പോൾ ആദ്യത്തേനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വന്നേട്ടാ. അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേന്ന്. കാരണം 2 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണിച്ചതിന് ശേഷം വന്നാൽ മതിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആക്കിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത്. കാരണം ആദ്യത്തേന് എന്നെ നോക്കി നല്ല പരിചയമുണ്ട് കേട്ടാ. അതിന് ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് നമ്മുടെ ചക്കയൊക്കെ വൃത്തിയാക്കി കുക്കറിനകത്താക്കിയിട്ട് ഞാൻ അതിന് വേണ്ട തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയെല്ലാം ചതച്ച് ഞാൻ കുക്കറിലാക്കി അതവിടെ വേഗം വെച്ചു, അരിക്കി വിട്ട്. അതിനുശേഷം നമുക്കിന്ന് മീനല്ലേ കൊടുക്കണം. അപ്പോൾ മീൻ കറിക്ക് നമുക്കിന്ന് ചൂര മീനാണ് കിട്ടിയത്. അപ്പം മാങ്ങയൊക്കെ കൂടെ ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇനി അരിഞ്ഞെടുക്കണം അച്ചാറെണ്ണ. ആ സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ വാവച്ചൻ ചേട്ടൻ ഇന്ന് വന്നേട്ടോ. സ്കൂളിൽ വന്ന് മീൻ കറിക്കുള്ള തേങ്ങയൊക്കെ എനിക്കൊന്ന് തിരികെ തരാമെന്ന് പറഞ്ഞ് തേങ്ങയൊക്കെ തിരിവന്ന് കേട്ടാ. അപ്പോൾ പണ്ട് ഒരുപാട് കുട്ടികളുള്ള സമയത്ത് ഇതുപോലെ എന്നും വന്ന് എന്നെ സഹായിക്കുമായിരുന്നു കേട്ടോ സ്കൂളിൽ. ഇപ്പം ഇപ്പം കുറച്ച് നാളുകൊണ്ട് ആദ്യത്തേനാണ് പറഞ്ഞത് എന്നെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളിക്കാരന് ഞാനിട്ടൊരു ഇച്ചിരി ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അരിയൊക്കെ ഒന്ന് ഊറ്റിയൊക്കെ തരയണം എനിക്ക്. വെള്ളം തോരണ്ടേ. അപ്പോൾ പെട്ടെന്ന് സമയമാവണം, ഒരുപാട് സമയമായി. കുട്ടികൾക്ക് ആഹാരം കൊടുക്കേണ്ടേ അല്ലേ നേരത്തെ. കാപ്പിക്കെന്താ പറയണ്ട, ഞാൻ നോക്കോളാം. ജോലി തിരക്കിന്റെ ഇടയിൽ ആവശ്യം ചേട്ട വാങ്ങിച്ചുകൊണ്ടുവന്ന പൊറോട്ടയും ചിക്കൻ്റെ കാര്യം. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഞാൻ ആശുപത്രിയിലൊക്കെ പോയത്. അപ്പോൾ എനിക്കുള്ള ഫുഡും വാങ്ങിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് തേങ്ങയൊക്കെ തിരികെ തന്നിട്ട് അടുത്ത് നമ്മുടെ മാങ്ങ അരിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ വാവച്ചൻ ചേട്ടൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരപ്പൊക്കെ അരച്ച് മീൻ കറിക്ക് ആക്കി കൊടുത്ത് നമ്മുടെ ചക്ക പുഴുക്ക് റെഡിയായി. അതിനും കടുകൊക്കെ വറുത്ത് കൊടുത്ത് കേട്ടോ.
ഒന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചക്കപ്പുഴുക്കിന്. കുറേ നാൾക്ക് ശേഷം കഴിക്കണമുണ്ടായിരിക്കും. അങ്ങനെ നമ്മളുടെ മാങ്ങാച്ചറ് കൊടുത്ത് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. കൊടുത്തതിന് ശേഷം ഞാൻ എല്ലായിടും ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ട്, കാരണം ഇനി 2 ദിവസം അവധിയല്ലേ സ്കൂള്. അപ്പോൾ ഞാനും ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ പോയപ്പം മോന് വയ്യാട്ടോ, കിടപ്പുണ്ട്, പനിയൊക്കെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. പപ്പ കൂട്ടിനിരിപ്പുണ്ട് എൻ്റെ. അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ, സി യു.